ജില്ല മുഴുവൻ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായിട്ട് ഭ്രാന്തന്മാരെ പോലെ ആളുകളെ കൊല്ലുന്നു. ഇതിന് കംപ്ലീറ്റ് CPM ആണ് ഉത്തരവാദി എന്നല്ല പറയുന്നത്. CPM, മറുഭാഗത്ത് BJP. അർദ്ധരാത്രി ഞങ്ങൾ പകലെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിച്ചാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിന്ന് കാലം മാറി, ലോകം മാറി, കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകൾ മാറി. ഈ പാർട്ടിക്ക് ഇനി സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ അവസരം കാത്തുനിന്ന UDF-കാര് മറുഭാഗത്തിന് പിന്തുണ കൊടുക്കുന്നു. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നമസ്കാരം. കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ജില്ല ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമ്മൾ പറയും കണ്ണൂർ എന്നുള്ളത്. തിരുവാക്ക് എതിർവായില്ല എന്ന മട്ടിലായിരുന്നു അവിടെ ഇക്കണ്ട കാലം അത്രയും CPM-ന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ഥിതി അതല്ല. ആദ്യം അപസ്വരം ഉയർന്നത് പയ്യന്നൂരിൽ നിന്നാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് വലിയ അവമതിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ സമയത്ത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഗോവിന്ദൻ മാസ്റ്ററുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തളിപ്പറമ്പിലെ നേതാവായിട്ടുള്ള TK ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ളവർ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-ന്റെ മെക്ക എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ പാർട്ടിക്ക് ഇത്ര വലിയ അപജയം ഉണ്ടാകുന്നത്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. കണ്ണൂർ ജില്ല പോലെ രാഷ്ട്രീയ സംഘടനകൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. കാരണം ഒരു RSS-കാരന് വെട്ടേൽക്കുന്നു കണ്ണൂരിൽ നിന്ന്. അതിന്റെ പ്രതികാരം കണ്ണൂരല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ അത് തലശ്ശേരി കൊടുക്കും. തലശ്ശേരിയിൽ നടന്നതിന്റെ പ്രതികാരം ചിലപ്പോൾ പയ്യന്നൂരോ തളിപ്പറമ്പിലോ കൊടുക്കും. അങ്ങനെ ജില്ല മുഴുവൻ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായിട്ട് ഭ്രാന്തന്മാരെ പോലെ ആളുകളെ കൊല്ലുന്നു. ഇതിന് കംപ്ലീറ്റ് CPM ആണ് ഉത്തരവാദി എന്നല്ല പറയുന്നത്. CPM, മറുഭാഗത്ത് BJP പലപ്പോഴും അവർക്ക് രക്ഷയില്ലാതെ ഓടേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു കേന്ദ്രത്തിലും മറ്റൊരാൾക്ക് വളരാൻ കഴിയില്ല. സോഷ്യലിസ്റ്റുകളെ കൊന്നിട്ടുണ്ട്. മുമ്പൊരിക്കൽ സത്യമൊകേരി പറഞ്ഞിട്ടുണ്ട് 5 CPI-ക്കാരെ CPM കൊന്നു. CPI-ക്കാര് ആരും തിരിച്ചടിച്ചതായിട്ടുള്ള ചരിത്രമൊന്നും ഞാൻ കേട്ടില്ല. ഇനി പ്രസന്റിൽ വരികയാണെങ്കിൽ ഈ പണ്ടത്തെ ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഹെഡ് മാസ്റ്റർ ചൂരലുമായി വരുമ്പോൾ കുട്ടികൾ ക്ലാസ്സിലേക്ക് ഓടിക്കയറുന്ന ആ ഒരു ഡിസിപ്ലിൻ പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്നില്ല. കാരണം കുടുംബനാഥൻ പറഞ്ഞാൽ ബാക്കി എല്ലാവരും തൊഴുകയോട് അനുസരിക്കുക. ഭാര്യ എന്തും അനുസരിക്കാൻ റെസ്പോൺസിബിൾ ആണ്. മതങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. ഇസ്ലാമൊക്കെ പറയുന്നത് ഭാര്യ എന്തും പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാണ്. ആ തരത്തിലുള്ള ഒരു ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ്, എതിർ ശബ്ദങ്ങൾ വേണ്ട. അർദ്ധരാത്രി ഞങ്ങൾ പകലെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിച്ചാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിന്ന് കാലം മാറി, ലോകം മാറി, കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകൾ മാറി. ഇപ്പൊ ശ്യാമള മത്സരിക്കുമ്പോൾ ഇന്ന് 76 വയസ്സുള്ള ഗോവിന്ദൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അദ്ദേഹം 10ാമത്തെ വയസ്സിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളാണ്. ഇന്ന് അയാൾ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പൊ അദ്ദേഹം ശ്യാമളയുടെ യോഗ്യതയെ ചോദ്യം ചെയ്തു. അത് മാത്രമല്ല, സാജൻ എന്ന പാർട്ടിക്കാരനും ബിസിനസ്മാനും മരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ശ്യാമളയാണ് എന്നുള്ള ആരോപണമുണ്ട്. ഈ സാജന്റെ ഭാര്യക്കെതിരെ ഇവര് ആരോപണമൊക്കെ പറഞ്ഞ് തൽക്കാലം പിന്നെ അത് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് ഇവര് വളർത്തിക്കൊണ്ടുവന്ന ഒരു ഡിസിപ്ലിൻ, ഓവർ ഡിസിപ്ലിന്റെ മതിലുകളിൽ നിന്ന് കല്ലുകളൊക്കെ ഇളകിപ്പോയി. അപ്പൊ ഇത് കുറച്ചുകൂടി ഒരു ഡെമോക്രറ്റൈസ്ഡ് ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഇനി സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ അവസരം കാത്തുനിന്ന UDF-കാര് മറുഭാഗത്തിന് പിന്തുണ കൊടുക്കുന്നു. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഇപ്പൊ ശശിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഷൊർണൂരിലെ PK ശശി ഏതോ ഒരു CPM വനിതയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞാൽ അയാളുടെ സംസാരത്തിൽ സെക്സ്വൽ ചുവയുണ്ടാവുന്നു എന്ന് അവർ കംപ്ലൈന്റ് ചെയ്യുന്നു. 4-5 മാസങ്ങൾ കഴിഞ്ഞിട്ട് പാർട്ടി നടപടിയൊന്നും എടുക്കുന്നില്ല. കാരണം അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ അവർ പ്രകാശ് കാരാട്ടിന് കത്തെഴുതുന്നു. അപ്പോഴാണ് ശശിയെ വിളിക്കുകയും അയാളൊരു നേരിയ എന്തോ ഒരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കുന്നു. രണ്ടാമത് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നു, KTDC-യുടെ ചെയർമാനായി മാറുന്നു. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല. സാമ്പത്തികമായ അപഹരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപഹരണം നടത്തിയ ആളെയാണോ KTDC-ന്റെ ചെയർമാനാക്കിയത്? അയാൾ 2 ആഴ്ച മുമ്പല്ലേ KTDC-ന്റെ ചെയർമാൻഷിപ്പ് വിട്ടത്. അപ്പൊ തങ്ങളുടെ കൂടെ ആര് നിന്നാലും, അത് ബാലകൃഷ്ണപിള്ള നിന്നാലും ബാലകൃഷ്ണപിള്ളയുടെ മകൻ നിന്നാലും ആര് നിന്നാലും അവർ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകും. ഇപ്പൊ അൻവർ കാര്യം അത് തന്നെയാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ
ആ അൻവർക്ക് എല്ലാ യോഗ്യതകളും ഉണ്ട്, ഒന്നിലധികം PhDകളുണ്ട്, ഒന്നിലധികം MPhilകളുണ്ട്. ഞങ്ങളിൽ നിന്ന് വിട്ട് ഞങ്ങൾക്കെതിരെ വിമർശനം പറഞ്ഞാൽ പിന്നെ അവർക്ക് പച്ച മലയാളത്തിൽ ഗ്രാമത്തിലൊരു ചൊല്ലുണ്ട്, പുല്ലും പുലിയായിട്ടും പറയാൻ. അപ്പൊ ഇത്തരം ഒരു എപ്സൈഡായ ഒരു പൊളിറ്റിക്സിന് ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇവര് മാറി ഒരു കൾച്ചേർഡായ സമീപനം ഇതൊക്കെ ആവശ്യമില്ലേ? കാരണം ലോകത്ത് പുതിയ ടെക്നോളജി വരുന്നു, മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ചെയ്യുന്ന തരത്തിലുള്ള നിർമ്മിത ബുദ്ധി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ ഒരു പൊളിറ്റിക്സും കൊണ്ട് ഇനിയുള്ള കാലം ഇവർ മുന്നോട്ട് പോയാൽ സംഭവം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതില്ലാതെ പോലെ പൊടി പോലും കാണില്ല.